കൗണ്ടിങ് കാർസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു ബീറ്റിന്റെ പെട്രോൾ പരിചയപ്പെടുത്തണമെന്ന്. ബീറ്റ് ഡീസൽ പൊതുവെ ആർക്കും അത് ഇഷ്ടമല്ല എന്ന് നമുക്കറിയാം. അതിന്റെ ഭാഗമായിട്ട് തന്നെ മാർക്കറ്റിൽ ഡിമാൻഡ് വളരെ കുറവാണ് ബീറ്റ് ഡീസലിന്. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ബീറ്റിന്റെ പെട്രോളാണ്. അപ്പോൾ ഈ പെട്രോളിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിംഗിൾ ഓണർ വാഹനമാണ്. അപ്പോൾ സിംഗിൾ ഓണർ വാഹനം ബീറ്റ് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് റെയറാണ്. അത് മാത്രമല്ല അത് നല്ല കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു ബീറ്റ് തന്നെയാണ്. അതിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ വഴി ഞാൻ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ മോഡൽ ഒന്ന് പറഞ്ഞേക്കാം. 2009 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. അപ്പോൾ സമയം കളയാതെ ഈ ഒരു ബീറ്റ് ഒന്ന് കണ്ടുവരാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴി സംസാരിക്കാം. അപ്പോൾ ഫ്രണ്ട് ഭാഗങ്ങളും സൈഡ് ഭാഗങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പരിശോധിക്കേണ്ടത് ഇതിൻ്റെ ടയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ടയറും ഫ്രണ്ട് ബമ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് നോക്കിയേക്കാം. ടയർ നമുക്കിവിടെ ഒരു 70-75% ടയേഴ്സ് നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ നല്ല മനോഹരമായിട്ട് നിൽക്കുന്ന ആ ഷെവർലയുടെ ബ്രാൻഡിങ് കൂടി വന്നിരിക്കുന്ന വീലും കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ വാഹനത്തിന് ഇതൊന്നുമില്ല എന്നാൽ ഫോഗ് ഡാംസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കൂടെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ നീറ്റായിട്ടുള്ള ഒരു ഗ്രില്ലും ബമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ സൈഡ് പ്രൊഫൈൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുകൂടാതെ തന്നെ 70-75% ടയർ ഗ്രിപ്പോടെ ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർ വൈസേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. റൂഫിൽ നമുക്ക് റെയിൽസ് വന്നുണ്ട്. റൂഫ് റെയിൽസ് നമുക്ക് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ സൈഡ് താഴെ ഡോറിനോട് ചെറിയൊരു ചിലക്കം നമുക്ക് കാണുന്നുണ്ട് റിയർ ഭാഗത്ത്. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ടയേഴ്സ് 60% ടയേഴ്സ് നിൽക്കുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് നീറ്റായിട്ടുള്ളൊരു ഗ്ലാസ് തന്നെയാണ്. ഡിഫോഗ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. LS എന്ന ഓപ്ഷനാണ് ബീറ്റ് LS. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന 2 പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ നമുക്ക് കൂടെ കാണാൻ പറ്റുന്നുണ്ട്. നീറ്റായിട്ടുള്ള ഡോർ പാഡ് നമുക്ക് കാണാം. ഇൻറ്റീരിയർ ഭാഗം നോക്കാം. ഇൻറ്റീരിയേഴ്സൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. സീറ്റ്സ് നോക്കുകയാണെങ്കിൽ സീറ്റിൽ ചെറിയ രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാൻ പറ്റും. ഇത് ഷെവർലയുടെ തന്നെ സീറ്റ് കവേഴ്സ് ആഡ് ചെയ്തൊക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് വിശദമായിട്ട് നോക്കിയേക്കാം. ഇവിടെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നോക്കാം. നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഓഡോമീറ്ററും കാര്യങ്ങളൊക്കെ കാണാം. ബീറ്റിൻ്റെ ഓഡോമീറ്ററൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കുറച്ച് പ്രൊജക്റ്റഡ് ആയിട്ട് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയേക്കാം. ഇവിടെ മിഡിലായിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ വരുന്നുണ്ട്. കൂടാതെ AC വെൻറ്റ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ചെറിയ രീതിയിൽ പൊടിയും അഴുക്ക് കാണാം. പക്ഷേ വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാനില്ല. ഇനി ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കണേക്കാൻ മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ കിലോമീറ്റേഴ്സും നോക്കിയേക്കാം. ജസ്റ്റ് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു 57,000 കിലോമീറ്റേഴ്സ് മാത്രമേ വാഹനം കവർ ചെയ്തിട്ടുള്ളൂ. സീറ്റ് കവേഴ്സൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ. നീറ്റ് ആൻഡ് ക്ലീൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചെറിയ രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സീറ്റ് കവേഴ്സിലുണ്ട്. ആവശ്യമില്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നുള്ളൂ. റിയർ ഭാഗത്ത് സീറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. റൂഫ് കണ്ടോ, ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള കാർ തന്നെയാണ്. ഇനി ഈ വാഹനത്തിൻ്റെ ബോണറ്റും അതേപോലെ തന്നെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ
ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ടൊന്ന് ചെക്ക് ചെയ്തേക്കാം. ബൂട്ടിൽ എങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ വന്നിട്ട് ഈ വാഹനത്തിൻ്റെ ലിഡൊന്ന് അപ്പ് ചെയ്യണം. ലിഡ് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാണാനാണ് ഈ ഒരു ഷെവർലെ ബീറ്റിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ പ്ലാറ്റ്ഫോം നമുക്ക് കാണാം. പാർസൽ ട്രേ കുറച്ച് ബെൻഡായിട്ട് താഴേക്ക് ഇരിക്കുന്നുണ്ട്. പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡൗൺ ലോക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ജാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്ലാറ്റ്ഫോം അത്യാവശ്യം ഒക്കെ നല്ല ടൈറ്റാണ്. അതുകൊണ്ട് ഞാൻ പൊക്കുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ അപ്പോൾ നിങ്ങൾ ഈ 2009 മോഡലായിട്ടുള്ള പെട്രോൾ ബീറ്റിൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് വണ്ടി? സൂപ്പറല്ലേ? ഇനി നമുക്ക് റേറ്റ് സംസാരിക്കാം. റേറ്റ് പറഞ്ഞേക്കാകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്ത് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1.25 ലക്ഷമാണ്. 1.25 lakhs ആണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. അത് നെഗോഷ്യബിൾ ആണ്. വീഡിയോയുടെ താഴെ നമ്പറിനകത്തേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. 1.25 ലക്ഷം രൂപക്ക് പെട്രോൾ, ഞാൻ പറഞ്ഞു പെട്രോൾ വീറ്റിന് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. നമ്മൾ ഡീസലിനേക്കാളും കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. മാത്രമല്ല ഇതിന് സ്പെയർ പാർട്സും കിട്ടുമെന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്. അപ്പോൾ സ്പെയർ പാർട്സൊക്കെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. നിങ്ങൾ റോട്ടിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ബീറ്റുകൾ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഒരു സ്പെയർ പാർട്സിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെ ഞാൻ കേട്ടിട്ടില്ല. ഇനി നിങ്ങളുടെ അവിടെ സ്പെയർ പാർട്ട് കിട്ടുമോ ഇല്ലെന്ന് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഡിസിഷൻ എടുത്തേക്കാം. അപ്പോൾ ഇതായിരുന്നു വിശേഷം. എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.